ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷ് പൊള്ളിച്ചതാണ്. അതിനായിട്ട് ഞാൻ ആവോലി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ടു നോക്കുക. കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിഷ് പൊള്ളിച്ചത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 7 ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് മസാല തേക്കണം. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഒരു നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ മീനുമ്പോൾ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. മസാല നല്ലോണം മിക്സ് ആക്കിയിട്ട് വേണം കേട്ടോ തേച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ മീനിലും പിന്നെ മസാല തേച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലുള്ളൂ നമ്മളെ മീൻ നല്ല ഉപ്പും എരിവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ മീനിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി, 2 തക്കാളി, പുളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, കുരുമുളക് പൊടി എന്നീ സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ച നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതാദ്യം ഇട്ടുകൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് കൊടുക്കണം, അതൊന്ന് വാടി വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉള്ളി ഇവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം, ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിൻ്റെ ആ മസാലയുടെ കുത്തൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആദ്യം ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നു പോയതാണ്, കുഴപ്പമില്ല, ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരണം. ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മളെ മീനൊന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ട് വേണം വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കാനായിട്ട്. മീൻ മസാല തേച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മീൻ ഇട്ടുകൊടുക്കാം. മീൻ മുഴുവനായും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ വാഴൻ്റെ ഇലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മസാല കുറേശ്ശെയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. വാഴൻ്റെ ഇല ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ വാഴൻ്റെ ഇല കീറിപ്പോവും. ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് ഒരു കയറ് കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇത് ഒന്നും കൂടി ചട്ടിയിലിട്ടുങ്ങാണ്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. 7 മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 7 മീനും ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഒരു ചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. ഇത് ഉണ്ടല്ലോ നമ്മളെ പൊറാട്ട, ചപ്പാത്തി, ചോറ്,
നെയ്ച്ചോറ് എല്ലാറ്റിക്കും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും. ഇതിപ്പോൾ ആവോലി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവോലി തന്നെ വേണമെന്നൊന്നുമില്ല, എല്ലാ മീൻ വെച്ചുകൊണ്ടും നമുക്കിത് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കലാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതിക്ക് എടുത്തിട്ടുള്ളത് പിന്നെ പൊറാട്ടയും നെയ്ച്ചോറുമാണ്. ഇത് രണ്ടും ഇതിക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ മസാല ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറായാലും പൊറാട്ട ആയാലും ഇനി വെറും ചോർക്കാണെങ്കിലും ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പം നമുക്ക് വലിയ മീനൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ചെറിയ മീനുകൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുക. നമ്മളെ അയില മത്തിയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി ഞങ്ങളെല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കലാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ.